വൈകുന്നേരം 5 മണി വരെ പുത്തനത്താണി ഐറിഷ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ്. നമ്മുടെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് ആ പരിപാടിയിലേക്ക് നമ്മുടെ സഹോദരിമാരെ പറഞ്ഞേക്കണം. മാത്രമല്ല ഒരു വിദ്യാർത്ഥിനി സമ്മേളനവും കൂടി അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ ശ്രദ്ധാർഹമായൊരു പരിപാടിയാണ് അതെന്ന് കൂടി നിങ്ങൾ ഉണർത്തുകയാണ്. MSMന്റെ ആഭിമുഖ്യത്തിൽ അവധിക്കാലം നന്മയുടെ പൂക്കാലം എന്ന ശീർഷകത്തിൽ ഏപ്രിൽ 24, 25, 26 തീയതികളിൽ പൊന്നാനി സൗത്ത് ശാഖയിൽ വെച്ച് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു അവധിക്കാല ക്യാമ്പ് നടക്കുകയാണ്. അതിൽ നമ്മളെ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കണം. അവർക്ക് ധാർമ്മികമായ അറിവുകൾ പകർന്നു കൊടുക്കുവാൻ, ഖുർആനിന്റെയും സുന്നത്തിന്റെയും ശിക്ഷണത്തിൽ അവളെ വളർത്തിയെടുക്കുവാൻ നമ്മുടെ രക്ഷിതാക്കൾ എന്ന നിലയ്ക്ക് നമുക്ക് ബാധ്യതയുണ്ട്. ആ ബാധ്യത നിറവേറ്റുക. നമ്മുടെ എല്ലാ പരിപാടികളും അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയിപ്പിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുന്നു. അല്ലാഹു ഈ ഒത്തുകൂടൽ സാലിയായ ഒരു അമലായി നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്മാരെ, തൗഹീദ്, ഖുർആനും സുന്നത്തും ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുക, ഇതാണ് കേരള നദ്വത്തുൽ മുജാഹിദീന്റെ മുഖ്യ ലക്ഷ്യം. നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ച് കേരളക്കരയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ഇന്നലെയുമൊക്കെ പത്രം വായിച്ച ആളുകൾ, ചില പത്രങ്ങൾ അത് മുൻ പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരാളുടെ ഫോട്ടോ ഉണ്ട്. അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി ഹിജ്റ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനും കേരളത്തിൽ നിന്ന് കുടുംബസമേതം പോവുകയാണ്. ആ ഒരു പ്രഖ്യാപനം നടത്തി യമനിൽ പോയി താമസം തുടങ്ങിയിട്ട് കുറച്ചു കാലമായി. ഇവരൊക്കെ എന്താണ് ഉദ്ദേശിച്ചത്, എന്താണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആരാണ് ഇവര് എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം പത്രങ്ങൾ അത് ശരിക്കും തിരുത്തി എഴുതിയിട്ടില്ല. പക്ഷെ വായിക്കുമ്പോൾ നമുക്കൊക്കെ മനസ്സിലാകും അത് ഏത് കൂട്ടരാണ്. നമ്മുടെ ഈ കേരളത്തിൽ പ്രത്യേകിച്ച് ഉയരത്തുമലക്കുള്ള സ്ഥലം, അരിക്കോട്ടിന്റെ അപ്പുറത്തുണ്ട് മല. ആ മലമലൊക്കെ കയറിയിട്ട് വർഷങ്ങളായി ചില കുട്ടികൾ ഇങ്ങനെ കാട്ടിക്കൂട്ടുന്ന ചില പേക്കൂത്തുകളുണ്ട്. അതിൽപ്പെട്ട ഒരാളെ ഇത് എന്നാണ്. ആരാണ് ഇവര് എന്ന് മനസ്സിലാക്കണം നമുക്ക്. ബഹുമാനായ 2 പണ്ഡിതന്മാരും ആ കാര്യത്തെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർക്കൊരു സൂചന ഇട്ട് കൊടുത്തതാണ്. ആദ്യമായി നമ്മുടെ ബഹുമാനായ TP അബ്ദുൽ റസാഖ് ബാഖവി വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കും. അതിനായി അദ്ദേഹത്തെ വിനയപൂർവ്വം ക്ഷണിക്കും. അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. ബഹുമാന്യ അധ്യക്ഷൻ, KNM ജില്ലാ മണ്ഡലം യൂണിറ്റ് നേതാക്കളെ, സഹൃദയരെ, പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം എന്ന ശീർഷകത്തിൽ ഇവിടെ നടക്കുന്ന ഈ പരിപാടിയിൽ വിഷയ സംബന്ധമായി പ്രസംഗിക്കാൻ സ്നേഹിതൻ മുനീർ മദനി കാത്തിരിക്കുകയാണ്. ഈ പരിപാടി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ ആദ്യമായി ഈ പ്രദേശത്ത് നടക്കുന്നതാണ് എന്ന് കരുതുന്നവരല്ല നമ്മളാരും. 3 പതിറ്റാണ്ടിലേറെ ഈ പ്രദേശത്തെക്കുറിച്ച് പരിചയമുള്ള എനിക്ക് ഇവിടെയുള്ള പല സ്നേഹിതന്മാരും പല കാരണവന്മാരും
30 കൊല്ലത്തിലധികമായി പരിചയമുള്ളവരാണ്. പ്രസ്ഥാനത്തിനു വേണ്ടി, ആദർശത്തിന്റെ വിജയത്തിനു വേണ്ടി പരിശ്രമിക്കുക മാത്രമല്ല, ജിഹാദ്, മുജാഹിദ് എന്ന് പറയാവുന്ന ത്യാഗ പരിശ്രമങ്ങളുടെ മുഴുവൻ വശങ്ങൾ അതിശക്തമായി പ്രകടിപ്പിച്ചിട്ടുള്ള ആണിത് എന്ന് തിരിച്ചറിയാൻ ഈ നാട്ടിലെ ആളുകളെ പോലെ 10-30 കൊല്ലകാലത്തെ പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പ്രയാസമില്ല. പ്രസ്ഥാനത്തെ പരിചയപ്പെടുത്തേണ്ടതില്ല എന്നത് സത്യം. ബാധിക്കുന്ന ഒരു ദോഷമുണ്ട്. കാലാകാലങ്ങളിൽ പ്രവാചകന്മാരുടെ കാലത്ത് പോലും സത്യവിശ്വാസം പ്രചരിപ്പിക്കപ്പെട്ട് അല്പകാലം കഴിയുമ്പോൾ മറ്റൊരു പ്രവാചകന്റെ നിയോഗം ആവശ്യമായി വരുന്നത് എന്തുകൊണ്ടാണ്? ആ ജനതയിൽ പുഴുക്കുത്തുകൾ സംഭവിക്കുകയും ആദർശത്തിൽ നിന്ന് അവർ വ്യതിചലിച്ചു പോവുകയും ചെയ്യുന്നതുകൊണ്ടാണ്. ഏറെ കാലം കാത്തിരുന്നുകൊണ്ടല്ല ഒരു സമൂഹം ദുഷിക്കുക. ചിലപ്പോൾ ഒരു പ്രവാചകന്റെ കാലത്ത് തന്നെ, പ്രവാചകന്മാരുടെ സാന്നിധ്യത്തിൽ തന്നെ സമൂഹം വ്യതിചലിച്ചതിന് തെളിവുകളുണ്ട്. ഇസ്രായേല്യരുടെ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് തൗറാത്ത് വാങ്ങാൻ പോയ മൂസാ നബി അലൈഹിസ്സലാം തിരിച്ചു വരുന്നതിന് മുമ്പ് ഒരു പശുക്കുട്ടിയുടെ രൂപമുണ്ടാക്കി പശുക്കുട്ടിയെ പൂജിക്കുന്ന യഥാർത്ഥ ബഹുദൈവ വിശ്വാസത്തിൽ ഹാറൂൻ നബിയുടെ സാന്നിധ്യത്തിൽ ഇസ്രായേല്യർ ദുഷിക്കുകയായിരുന്നു, വ്യതിചലിച്ചു പോവുകയായിരുന്നു. ആയിട്ടുള്ള പരിണാമങ്ങളാണ്. അതുകൊണ്ടാണ് എല്ലാ കാലങ്ങളിലും പ്രവാചകന്മാരുടെ നിയോഗമുണ്ടായത്. പ്രവാചക ശ്രേഷ്ഠനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് ശേഷം, ആ പ്രവാചകന്റെ വിയോഗത്തിന് ശേഷം സുവ്യക്തമായ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെ ഞാൻ ഉപേക്ഷിച്ചു പോകുന്നത് എന്ന് റസൂലുള്ള പറഞ്ഞ കാര്യം നമ്മുടെ ഓർമ്മയിലുണ്ട്. തറക്തുക്കും അലൽ മഹജ്ജത്തിൽ ബൈളാ ലൈലുഹാ കനഹാരിഹാ ലാ യസീഗു അൻഹാ ഇല്ലാ ഹാലിക്. റസൂലുള്ള പറഞ്ഞത് സുവ്യക്തമായ ഒരു പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുന്നത്. അതിലെ രാവ് പകലുപോലെയാണ്. അവ്യക്തതയോ ദുരൂഹതയോ അവിടെ ഇല്ലെന്ന് സാരം. എല്ലാം കൃത്യവും വ്യക്തവുമാണ്. നശിച്ചവനല്ലാതെ, നശിച്ചു പോകുന്നവനല്ലാതെ അതിൽ നിന്ന് ആരും വ്യതിചലിക്കുകയില്ല എന്നാണ് തിരുനബി നമ്മെ പഠിപ്പിച്ചത്. നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്നു. ആദ്യം പ്രവാചകനെ അനുസരിക്കണം. ഫൈൻ തനാസഅ്തും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. നിങ്ങൾ അതിന്റെ തീരുമാനം വിട്ടുകൊടുക്കണം. അഥവാ ഖുർആൻ അംഗീകരിക്കണം, മുഹമ്മദ് നബിയുടെ ചര്യ സ്വീകരിക്കണം. ഇത് ഖുർആന്റെ നിർദ്ദേശമാണ്. ഏതൊരു സമൂഹത്തിലും പിന്നീട് വരുന്ന ഏത് വ്യതിയാനങ്ങളെയും ഈ രീതിയിൽ പരിഹരിച്ചുകൊണ്ടാണ് മുസ്ലിം സമൂഹം മുന്നോട്ട് പോയത്. ഇസ്ലാമിക സമൂഹത്തിൽ ഒട്ടേറെ വ്യതിചലനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഗ്രൂപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. മുർജിഅത്തും മുഅ്തസിലത്തും മുഅത്തിലത്തും മുശബ്ബിഹത്തും ദിമത്തും തുടങ്ങി ഷിയാക്കളിലെ അവാന്തര വിഭാഗങ്ങൾ ഉൾപ്പെടെ അനേകം ഗ്രൂപ്പുകളായി മുസ്ലിംകൾ വേർതിരിഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് പ്രവർത്തിച്ചിരുന്ന ഖവാരിജത്തിന്റെയും എല്ലാം മദ്രസകൾ പൂട്ടിക്കാൻ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് സാധിച്ചത് ഈ ഖുർആനും സുന്നത്തുമാകുന്ന പ്രമാണങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെ അവർ നിലകൊണ്ടതുകൊണ്ടാണ്.
അതോടൊപ്പം മിതമായ ആശയം, മധ്യമമായ രീതിയിൽ അവർ ഈ വിഷയത്തെ സമീപിച്ചു. തീവ്രമായ സമീപനങ്ങൾ സ്വീകരിച്ചവരെല്ലാം അവരുടെ തീവ്രവാദപരമായ നയങ്ങളുമായി നിലകൊണ്ടു. അവസാനം അവർ തന്നെ പരാജിതരായി, പരാജയം ഏറ്റുവാങ്ങി. ഏതു കാലഘട്ടങ്ങളിലും കൃത്യമായ മധ്യമമായ നിലപാട് സ്വീകരിച്ച അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പിന്തുടർച്ചക്കാർ, പിൻഗാമികൾ ഇസ്ലാമിക സമൂഹത്തിൽ നിലകൊള്ളുമെന്നാണ് റസൂലുള്ള പഠിപ്പിച്ചത്. ലാ തസാലു തായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ലാ യഖ്ദുലുഹും മൻ ഖാലഫഹു. എന്റെ സമൂഹത്തിൽ ഒരു വിഭാഗം ആളുകൾ സത്യത്തിന്റെ ജേതാക്കളായി നിലകൊള്ളും. അവരെ എതിർക്കുന്നവർക്ക് അവരെ നിന്ദിക്കാനോ പരാജയപ്പെടുത്താനോ സാധിക്കുകയില്ല എന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘദർശനം ചെയ്തിട്ടുള്ളത് ഉള്ളത്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ പലപ്പോഴും പല അവകാശവാദവും സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ നടക്കാറുണ്ട്. ഞങ്ങളാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് വാദിക്കപ്പെടുമ്പോൾ പലരും അതിന് അവകാശവാദം ഉന്നയിക്കുമ്പോൾ സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, അതിന് അവർക്ക് ഗ്രഹിക്കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എന്താണ് സുന്നത്ത് ജമാഅത്ത് എന്ന് ചോദിച്ചാൽ പലരും ചില ഗ്രൂപ്പുകളെയാണ് സുന്നത്ത് ജമാഅത്തായി അവരോധിച്ചിട്ടുള്ളത്. ഞാൻ ഏറെ വിഷയത്തിലേക്ക് കടക്കുകയോ വിശദീകരിക്കുകയോ ചെയ്യുന്നില്ല. ഇസ്ലാമിക സമൂഹം എല്ലാ കാലങ്ങളിലും വ്യതിചലിച്ചപ്പോഴൊക്കെ സത്യത്തിന്റെ പന്താവിലേക്ക് അവരെ തിരിച്ചു വിളിച്ച മഹാരഥന്മാരായ നേതാക്കന്മാരുണ്ടായിരുന്നു. അവരുടെ ഉത്തരവാദിത്വം നിർവഹിച്ചു. ആ ഉത്തരവാദിത്വ നിർവഹണം സർവ്വരാജ്യങ്ങളിലും അലയൊലികൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിന്റെ കൂട്ടായ പരിശ്രമങ്ങളുടെ ഭാഗമാണ് ഇവിടെ നാം ഇസ്ലാഹി പ്രസ്ഥാനമെന്നോ മുജാഹിദ് സംഘടനകളെന്നോ ഒക്കെ വിളിക്കുന്ന, ഇവിടെ അധ്യക്ഷ ഭാഷണത്തിലും അതുപോലെ ഉദ്ഘാടന പ്രസംഗത്തിലുമെല്ലാം സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ പ്രസ്ഥാനം അതുകൊണ്ട് തന്നെ വ്യക്തികളുടെ പിന്നാലെയോ ദുരൂഹ ഇസ്ലാമിന്റെ ഏറ്റവും മഹത്തായ ഒരാശയം സുതാര്യത എന്നതാണ്. സുതാര്യത എവിടെ നഷ്ടപ്പെടുന്നോ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും. ദുരൂഹതകൾ ഉണ്ടായാൽ അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടും. മുഹമ്മദുർ റസൂലുള്ള പറഞ്ഞ ഒരു വാക്കുണ്ട്, റഹിമല്ലാഹു ഇംറഅൻ സംഹൻ ഇദാ ബാ സംഹൻ ഇദാ ഇശ്തറ സംഹൻ ഇദാ ഖല സംഹൻ ഇദാ ഖല. ഒരു മനുഷ്യനെ അല്ലാഹു വാങ്ങുമ്പോൾ സുതാര്യനാണ്, അയാൾ ഒരു വിധി നടത്തുമ്പോൾ സുതാര്യനാണ്, അയാൾ ഒരു ഇടപാടുമായി ബന്ധപ്പെടുമ്പോൾ സുതാര്യനാണ്. അയാളുടെ മുഴുവൻ പ്രവർത്തനങ്ങളിലും സുതാര്യനായ മനുഷ്യനെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്നാണ് റസൂലുള്ള പറഞ്ഞത്. സുതാര്യത ഇസ്ലാമിന്റെ ഒരു നല്ല ഗുണമാണ്, ഒരു മുസ്ലിമിന്റെ നല്ല ഗുണമാണ്. അവ്യക്തതകൾ ഇല്ലാതിരിക്കുക. പലപ്പോഴും സുതാര്യത നഷ്ടപ്പെടുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഒളി അജണ്ടകളുമായി ആളുകൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടും. അതിന്റെ ഉദാഹരണങ്ങളാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ ഇടക്കാലത്തുണ്ടായ പ്രശ്നങ്ങൾ. സുതാര്യമായിട്ട് പ്രവർത്തിക്കുന്നതിന് പകരം ഒളി അജണ്ടകളുമായി ചില ആളുകൾ പ്രവർത്തിക്കാൻ തുടങ്ങി. ഇവിടെ മുൻഷി സൂചിപ്പിച്ച തീവ്രവാദപരമായ സമീപനങ്ങൾ, ഈ കാണുന്ന ആളുകൾക്കൊന്നും യഥാർത്ഥ മതം മനസ്സിലായിട്ടില്ല. മതം മനസ്സിലാവാൻ യമനിലെ ദമ്മാജിൽ പോവണമെന്നും ആ ദമ്മാജിലുള്ള പണ്ഡിതന്മാരിൽ നിന്നാണ് ഹദീസ് പഠിക്കേണ്ടതെന്നും KM മൗലവിക്കോ MCCകൾക്കോ മഹാപണ്ഡിതന്മാരായ അലവി മൗലവിക്കോ KP മുഹമ്മദ് മൗലവിക്കോ ഹദീസിന്റെ പൊരുൾ അറിയില്ലെന്നും ആ ഹദീസ് പഠിക്കാൻ കേരളത്തിലൊന്നും പണ്ഡിതന്മാരില്ലാത്തത് കൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് ദമ്മാജിലുള്ള ദാറുൽ ഹദീസിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരുപാട് ആളുകളെ ഇവിടെ നിന്ന് റിക്രൂട്ട് ചെയ്യപ്പെട്ടത്. ഇപ്പോൾ അവരുടെ കഥകളാണ് നാം പത്രങ്ങളിൽ വായിക്കുന്നത്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത് നിങ്ങൾ കേട്ടുവല്ലോ. അഥവാ അവർ ഹിജ്റ പോയതായിരുന്നു. ഇസ്ലാമിന്റെ നാട്ടിലേക്ക് അമുസ്ലിങ്ങളുടെ നിന്ന് ഇസ്ലാമിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഇസ്ലാമിക ചരിത്രത്തിലെ ഹിജ്റയുണ്ടായത്.
ഈ നാട്ടിൽ നിന്ന് എന്തിനാണ് ദമാജിലേക്ക് ഹിജ്റ പോയത്, യമനിലേക്ക് ഹിജ്റ പോയതെന്ന് അവർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. നല്ല പണ്ഡിതന്മാരെ കാണാൻ, ഇൽമ പഠിക്കാൻ. ഇവിടെ ഒന്നും ആളുകൾക്ക് അറിയില്ല, വിജ്ഞാനമില്ലാത്തത് കൊണ്ടാണ് അവിടെ ചെന്നത്. അവരെത്തിപ്പെട്ടത് ഏതവസ്ഥയിലാണെന്ന് ഇപ്പോൾ അവരുടെ ബന്ധുക്കൾ നോവ് അനുഭവിക്കുകയാണ്, കഷ്ടപ്പെടുകയാണ്. അവരുടെ മാതാപിതാക്കൾ ഉൾപ്പെടെ സങ്കടത്തിലാണ്. ഞാൻ സൂചിപ്പിക്കുന്നത്, എവിടെയെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായോ അവിടെയൊക്കെ നാം കാണുന്ന ഒരു പ്രശ്നം ഈ ദുരൂഹതയാണ്, സുതാര്യതയില്ലായ്മയാണ്. എന്താണ് പ്രശ്നം എന്ന് വെളിപ്പെടുത്താതെ ദുരൂഹമായി ചില ആളുകൾ ആലോചിക്കുന്നു. ഈ അടുത്ത കാലത്ത് സമൂഹത്തിൽ നമ്മുടെ പ്രസ്ഥാനത്തിൽ ഉണ്ടായ പ്രശ്നത്തിന്റെയും തുടക്കം ഈ ദുരൂഹതകളാണ്. വ്യക്തമായി പറയാൻ കഴിയാത്ത കാര്യങ്ങൾ നിനക്കറിയാമോ എന്ന് ചോദിച്ചാൽ അറിയില്ല. നമുക്ക് വിശദീകരിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ കഴിയില്ല. എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ തുറന്നു പറയാൻ കഴിയാത്ത ദുരൂഹമായിട്ടുള്ള പല വിശ്വാസങ്ങളെയും അടിസ്ഥാനമായിരുന്നു ചില ആളുകൾ. അവർക്കും കാര്യങ്ങൾ ബോധ്യപ്പെട്ടു വരികയാണ്. ഞാൻ സൂചിപ്പിക്കുന്നത്, എവിടെയൊക്കെ സുതാര്യത നഷ്ടപ്പെടുന്നു അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും. നമുക്കേറെ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാൻ സമയമില്ല. ഞാൻ സൂചിപ്പിക്കുന്നത്, ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാക്കൾ KM മൗലവിക്ക് ഒളി അജണ്ട ഉണ്ടായിരുന്നില്ല, MK ഹാജിക്ക് ഒളി അജണ്ടകൾ ഉണ്ടായിരുന്നില്ല. അവർ പ്രസ്ഥാനം അവരുടെ കൈകളിലെത്തിയ കാലം മുതൽ ആ പ്രസ്ഥാനത്തെ അവർ കണ്ടത് എങ്ങനെയാണെന്ന് ഈ നാട്ടുകാരോട് ഞാൻ വിശദീകരിക്കുന്നത് അധികപ്പറ്റാണ്. എവിടെ പ്രശ്നങ്ങളുള്ളയിടത്തും ഓടിയെത്തുന്ന MK ഹാജി, ആ വിശാലമായ ആ സ്ഥാപന സമുച്ചയമുണ്ടല്ലോ, അതിന്റെ നിർമ്മാണം എങ്ങനെയാണ് നടന്നതെന്ന് നമുക്കറിയാം. ആ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ ഇടപെടുകയായിരുന്നു. മാറി നിന്ന് ഒളിഞ്ഞിരുന്ന് അവരുടെ ഒളി അജണ്ടകൾ നടപ്പാക്കുന്നതിന് പകരം ഒരു പ്രത്യേകം നിർണായകമായ ഘട്ടത്തിലാണ് ആ സ്ഥാപന സമുച്ചയത്തിന്റെ ആരംഭം കുറിക്കുന്നത്. കോളറ രോഗം പടർന്നു പിടിച്ചു മലബാർ പ്രദേശങ്ങളിൽ. അനേകം മനുഷ്യന്മാർ മരിച്ചു. അവരുടെ കുട്ടികൾ അനാഥരായി. അവരെ ഏറ്റെടുക്കാൻ മുസ്ലിംകൾക്ക് ആകെ ഉണ്ടായിരുന്ന ആശ്രയം ഒരേ ഒരു മുസ്ലിം യതീംഖാനയായിരുന്നു. അത് JDT ആണ്. 921 മലബാർ കലാപത്തിലെ രക്തസാക്ഷികളുടെ മക്കൾക്ക് വേണ്ടി കസൂരികളായ ഏതാനും ആളുകൾ, അഹ്ലെ ഹദീസിന്റെ പ്രവർത്തകന്മാർ, ഇസ്ലാഹി നേതാക്കന്മാരുമായി ചേർന്ന് സ്ഥാപിച്ച JDT ഇസ്ലാം. ആ JDTയുടെ മാനേജറായിരുന്ന മുഹമ്മദ് അസ്ലം സാഹിബ് ഈ കോളറ ബാധിത പ്രദേശങ്ങളിൽ കെടുതി അനുഭവിക്കുന്ന തിരൂരങ്ങാടിയിൽ എത്തിച്ചേർന്നു. അദ്ദേഹം മഹാനായ MK ഹാജിയെയും KM മൗലവിയെയും കണ്ടു. അവരോട് പറഞ്ഞത്, തിരൂരങ്ങാടിയിലെ ഒരു ബ്രാഞ്ച് നമുക്കിവിടെ സ്ഥാപിക്കാം. എന്താണ് ചിലവ്? 50 കുട്ടികൾക്ക് 300 രൂപ മാസത്തിൽ ചിലവ് വരും. അതിൽ 250 രൂപ JDT വഹിക്കാം. 50 രൂപ നിങ്ങൾ ഒപ്പിക്കണം. KM മൗലവിയും MK ഹാജിയും മുഖാമുഖം നോക്കി. രണ്ടുപേരുടെയും കണ്ണുകൾ നനഞ്ഞു. 50 രൂപ മാസത്തിൽ ഒപ്പിക്കാൻ കഴിയാത്ത സാഹചര്യം. അന്നാണ് ഈ നേതാക്കന്മാർ പ്രവർത്തിച്ചു തുടങ്ങിയിരുന്നത്. അവസാനം MK ആത്മകഥം ചെയ്തുകൊണ്ട് അസ്ലം സാഹിബിനോട് പറഞ്ഞു, ഞങ്ങൾ മിസ്മാരിലും ഞങ്ങളുടെ യജമാനൻ മിസ്കീനല്ലല്ലോ, ഞങ്ങൾ ഏറ്റിരിക്കുന്നു എന്ന് MK ഹാജി പറഞ്ഞു. 50 രൂപ മാസത്തിൽ ഒപ്പിക്കാൻ. അങ്ങനെയാണ് JDTയുടെ ബ്രാഞ്ച് എന്ന പോലെ തിരൂരങ്ങാടി യതീംഖാന സ്ഥാപിക്കപ്പെട്ടത്. ആ സ്ഥാപനം വളർന്നു. മുജാഹിദുകളുടെ മക്കളെ മാത്രം പഠിപ്പിക്കാനല്ല, ശ്രീമാൻ രാമനെ പോലും ദത്തെടുത്തു വളർത്തിയ അഭിമാനകരമായ ആ സ്ഥാപനം ഇന്ന് വളർന്നു പന്തലിച്ചു. ആരാണ് അതിന്റെ ഗുണഭോക്താക്കൾ? KNMന്റെ മെമ്പർമാരാണോ? കേരള നദുവത്തുൽ മുജാഹിദീന്റെ അംഗങ്ങളാണോ? അന്വേഷിക്കുക നാം. ആരാണ് അതിന്റെ ഗുണഭോക്താക്കൾ? എല്ലാവരും. ഒരുപക്ഷേ മുജാഹിദുകളെക്കാൾ കൂടുതൽ അതിന്റെ ഗുണഭോക്താക്കൾ ആ സ്ഥാപനത്തിന്റെ പ്രാരംഭകാലത്ത് അത് പൊളിച്ചു കളയണമെന്നും സക്കാത്ത് കൊടുക്കരുതെന്നും പ്രസംഗിച്ചവരുടെ പിൻഗാമികളാണെന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തിപരമല്ല.
ഞാൻ സൂചിപ്പിക്കുന്നത് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിന്റെ തുടക്കം സുതാര്യമായിരുന്നു. സമൂഹത്തിന്റെ നേട്ടമാണ് അവർ ലക്ഷ്യം വെച്ചത്. രാഷ്ട്രീയമായി സമൂഹത്തിന്റെ ഉന്നമനം ലക്ഷ്യം വെച്ചപ്പോൾ അത് വളരെ കുടുസായൊരു ചിന്താഗതിയിലൂടെയല്ല അവർ കൊണ്ടുപോയത്. അതിന് ഏറ്റവും കൃത്യമായ തെളിവാണ് ഈ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന് ഈ തിരൂരങ്ങാടി സ്ഥാപനത്തിന്റെ മസ്ജിദിന്റെ ഉദ്ഘാടനത്തിന് അവർ ക്ഷണിച്ചത് ആരെയായിരുന്നു എന്ന ചരിത്രം. അവിടെ വന്നാൽ ബഹുമാന്യനായ ബാഫക്കി തങ്ങൾക്ക്, അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങൾക്ക് ഒരു പ്രത്യേക പദവിയും സ്ഥാനവും ഉണ്ടായിരുന്നു യതീംഖാനയിൽ. എങ്ങനെയുണ്ടായി, ആര് നൽകി എന്നൊന്നും നമുക്ക് ചോദിക്കേണ്ടതില്ല. നമ്മൾ അതിന്റെ ചരിത്രം വായിച്ചു പഠിക്കണമെന്നാണ് യുവജനങ്ങളോട് എനിക്ക് ഉപദേശിക്കാനുള്ളത്. കാരണവന്മാർക്ക് ഇക്കാര്യങ്ങൾ അറിയാം. പരസ്പരം നല്ല ബന്ധം, സാമൂഹ്യമായി ഇടപെടലുകൾ നടത്തിയവരായിരുന്നു അവർ. അതുകൊണ്ടാണ് മുസ്ലിംകളുടെ സാമുദായിക രാഷ്ട്രീയ സംഘടനയായ മുസ്ലിം ലീഗിന്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ശാഖയിൽ മുജാഹിദുകളുടെ നേതാക്കളായ ബി പോക്കർ സാഹിബിനെ പോലുള്ള, എം കെ ഹാജിയെ പോലുള്ള, കെ എം മൗലവിയെ പോലുള്ള, ഉമർ മൗലവിയെ പോലുള്ള ആളുകൾ മെമ്പർമാരായ 1ഉം 2ഉം മുസ്ലിം ലീഗിന്റെ കമ്മിറ്റികൾ വിഭജനത്തിന് ശേഷം ഈ സംസ്ഥാനത്തുണ്ടായത്. ഒന്ന് തലശ്ശേരിയിലാണ്, ഒന്ന് തിരൂരങ്ങാടിയിലാണ്. നമുക്കറിയാവുന്നതുപോലെ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന, രാഷ്ട്രീയ സംഘത്ത് പ്രവർത്തിക്കുന്ന കോൺഗ്രസ് പാർട്ടി, മുസ്ലിംകൾക്ക് കോൺഗ്രസ് പാർട്ടിയിൽ അഭിമാനത്തോടെ പ്രവർത്തിക്കാൻ കരുത്തു പകർന്നു കൊടുത്തത് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബാണ്. ഈ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബും അപ്പുറത്ത് സീതി സാഹിബും രണ്ടു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ തലപ്പത്ത് പ്രവർത്തിക്കുക മാത്രമല്ല, സമൂഹത്തിന് ദിശാബോധം നൽകി. അതോടൊപ്പം ഇസ്ലാഹി പ്രവർത്തന രംഗത്ത് അവർ ശക്തമായി ഉറച്ചു നിൽക്കുകയും ചെയ്തു. സാധാരണ നാം കേൾക്കുന്ന കപല രാഷ്ട്രീയ പ്രസംഗങ്ങളെ പോലെയല്ല അവർ പ്രസംഗിച്ചത്. കപല രാഷ്ട്രീയ കൈകാര്യം പോലെയല്ല അവർ രാഷ്ട്രീയം കൈയാളിയത്. കോൺഗ്രസ് ലീഗും മത്സരിക്കുന്ന തലശ്ശേരി മണ്ഡലത്തിൽ പ്രസംഗിക്കാൻ വേണ്ടി കോൺഗ്രസ് യോഗത്തിൽ പ്രസംഗിക്കാൻ പോകുന്ന ബഹുമാന്യനായ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിന്റെ കാറിൽ പെട്രോൾ കഴിഞ്ഞപ്പോൾ ഇനി എന്ത് ചെയ്യണം എന്ന് അദ്ദേഹത്തിന് കൂടുതൽ ആലോചിക്കേണ്ടി വന്നില്ല. സീതിയുടെ വീട് ഇവിടെ അടുത്താണല്ലോ, നമുക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് സീതി സാഹിബിന്റെ വീട്ടിൽ സലാം പറഞ്ഞു കയറി. സീതി, കാറ് വേണം കോൺഗ്രസ് യോഗത്തിൽ പ്രസംഗിക്കാൻ. ലീഗ് നേതാവിന്റെ കാറ് വാങ്ങി കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രസംഗിക്കാൻ പോകുന്ന കോൺഗ്രസുകാരനായ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് കാറ് തിരിച്ചു കൊടുത്തു. തിരിച്ചു പോരുമ്പോൾ അവർക്ക് തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല. അവരുടെ മനസ്സിൽ ഒളി അജണ്ടകൾ ഉണ്ടായിരുന്നില്ല. അവരുടെ മനസ്സിൽ സമൂഹത്തിന്റെ പുരോഗതി എന്ന ഒരു കാര്യമാണ്. സാമുദായികമായ പുരോഗതി, സാമൂഹ്യമായ പുരോഗതിയാണ് അവർ ലക്ഷ്യം വെച്ചത്. അതുകൊണ്ട് അവരുടെ വ്യക്തി ആരാണ് വലുത്, ഞാനാണോ നീയാണോ, എന്റെ പാർട്ടിയാണോ നിന്റെ പാർട്ടിയാണോ എന്ന ചിന്ത അവരെ പിടികൂടിയതേയില്ല. അവരുടെ മനസ്സിൽ കൃത്യമായൊരു ലക്ഷ്യമുണ്ടായിരുന്നു. ഇസ്ലാഹി പ്രസ്ഥാന നായകന്മാരുടെ പ്രവർത്തനങ്ങളും അവരുടെ ജീവചരിത്രവും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് അതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് അറബി അധ്യാപകന്മാർ സ്കൂളുകളിൽ നിന്ന് ശമ്പളം വാങ്ങി ജോലി ചെയ്യുന്ന അനേകം ആളുകളെ സൃഷ്ടിച്ചത്, അറബി അധ്യാപകരെ സൃഷ്ടിച്ചത് ഈ പ്രസ്ഥാനമാണ്. അതൊരു ദിശാബോധമായിരുന്നു അവർ സമൂഹത്തിന് നൽകിയത്. അതിലൂടെ തിരുവിതാംകൂറിലാണ് അറബി ഭാഷാ പഠനം സ്കൂളുകളിൽ ആരംഭിച്ചത്. എന്തിനായിരുന്നു അത്? സർ ദിവാൻ ഭരിക്കുന്ന കാലം. അവിടെയാണ് ആദ്യമായി മുസ്ലിം കുട്ടികളെ സ്കൂളിലേക്ക് ആകർഷിക്കാൻ ഒരു പദ്ധതി എന്ന നിലയ്ക്ക് അറബി പഠിപ്പിക്കുന്ന ആളുകളെ സ്കൂളിൽ നിയമിക്കണമെന്ന് മഹാനായ വക്കം മൗലവി സാഹിബ് നിർദ്ദേശിച്ചത്. വക്കം മൗലവി സാഹിബിന്റെ നിർദ്ദേശം അംഗീകരിക്കപ്പെട്ടു. എന്താണ് അറബി പഠിപ്പിക്കുന്നവർക്കുള്ള യോഗ്യത? വക്കം മൗലവി സാഹിബ് സർട്ടിഫൈ ചെയ്യും ഇയാൾക്ക് അറബി പഠിപ്പിക്കാൻ, ഖുർആൻ പഠിപ്പിക്കാൻ സാധിക്കുമെന്ന്.
ഖുർആൻ മുല്ലമാർ എന്നായിരുന്നു ആദ്യം അവർ അറിയപ്പെട്ടത്. അറബിക് കോളേജുകളുടെ പിന്നിൽ, അറബിക് അധ്യാപകരുടെ പ്രവർത്തനങ്ങളുടെ പിന്നിൽ, ആ തസ്തികകളുടെ പിന്നിൽ പ്രവർത്തിച്ചത് ഈ മഹത്തുക്കളായ നേതാക്കളായിരുന്നു. അവിടെ മുതലാണ് അങ്ങോട്ട് അതിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. അറബിക് കോളേജുകൾ തുടങ്ങിയത് അങ്ങനെയാണ്. ആദ്യമായി റൗളത്തുലുലും, പിന്നീട് പുളിക്കൽ മദീനത്തുലുലും, സുല്ലം മുസ്സലാം തുടങ്ങിയ അറബിക് കോളേജുകൾ ആരംഭിച്ചത് ഈ ഒരു ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയാണ്. സമൂഹത്തിന്റെ ഉന്നമനമാണ് അവർ ലക്ഷ്യം വെച്ചത്. അറബി സംസ്കാരവുമായി അവരെ ബന്ധിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. അതിനുള്ള ഏറ്റവും നല്ല ഒരു മാർഗമായി അവർ ഈ അറബി ഭാഷാ പ്രചാരണം കണ്ടെത്തുകയായിരുന്നു. അതിന്റെ സൽഫലം അനുഭവിക്കുന്നവർ പിൻഗാമികളിൽ ഏറ്റവും ലജ്ജാവഹം എന്ന് വിളിച്ചു പറയേണ്ട കാര്യം ആ വക്കം മൗലവി സാഹിബിന്റെ പേര് അറബി പാഠപുസ്തകങ്ങളിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിൽ ചില പ്രസ്ഥാനക്കാർ നടത്തിയ ലജ്ജാവഹമായ പ്രകടനങ്ങളും പേക്കൂത്തുകളുമാണ്. അവരീ അനുഭവിക്കുന്നത് അവരുണ്ടാക്കിയതിന്റെ നേട്ടമാണ് എന്ന് തിരിച്ചറിയാൻ അവർക്ക് സാധിച്ചില്ല. ഞാൻ ഏറെ പറയുന്നില്ല. ഇസ്ലാഹി പ്രസ്ഥാനം സമൂഹത്തിന് ഉപകാരപ്രദമായ കാര്യങ്ങളെ ചെയ്തിട്ടുള്ളൂ. വിശ്വാസ രംഗത്ത് സമൂഹത്തിൽ ഉണ്ടായിരുന്ന ഒരുപാട് തെറ്റിദ്ധാരണകളെ തിരുത്താൻ ഈ പ്രസ്ഥാനം അതിശക്തമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ തെറ്റിദ്ധാരണകൾ കേവലം മുളച്ചുപൊന്തിയതല്ല, നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ളതാണ്. അവ ഷിയാക്കളാണ് ഈ സമൂഹത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത്. സമൂഹത്തിൽ ഇന്ന് കാണുന്ന മുഴുവൻ ദുരാചാരങ്ങളുടെയും വക്താക്കൾ ഷിയാക്കളാണ്. മൗലിദ് എവിടെ ആരംഭിച്ചു, ആരാരംഭിച്ചു എന്ന് ചോദിച്ചാൽ ചരിത്രകാരന്മാർ അതിന് പറയുന്ന മറുപടി 4-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഈജിപ്തിൽ ഫാത്തിമിയാക്കൾ ഭരിക്കുന്ന കാലത്ത് ഷിയാക്കളിലെ റാഫിദ ഗ്രൂപ്പ്, ഏറ്റവും ശക്തരായ തീവ്രവാദി ഗ്രൂപ്പ് രാജ്യം ഭരിക്കുന്ന കാലത്താണ് മുഹമ്മദ് നബിയുടെ പേരിൽ മൗലിദ് എന്ന പരിപാടി ഉണ്ടായത്. രാജ്യം ഭരിക്കുന്ന രാജാവിന്റെ പേരിലും നബിയുടെ പേരിലും ഹസന്റെയും ഹുസൈന്റെയും ഫാത്തിമയുടെയും അലിയുടെയും പേരിൽ റളിയല്ലാഹു അനി സഹാബ വസല്ലല്ലാഹു അലാ മുഹമ്മദ് അവരുണ്ടാക്കിയതാണ് ആദ്യമായി മൗലൂദ്. 6 മൗലിദുകൾ ഉണ്ടാക്കി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് നാം കാണുന്ന ദർഗകളും ഖബറുകളും ചരിത്രം പരിശോധിക്കുന്നവർക്കറിയാം ആരാണ് ഈ ഖബറുകൾ കെട്ടി ഉയർത്താൻ തുടങ്ങിയത്. ഇസ്ലാമിക സമൂഹത്തിൽ അങ്ങനെ ഒരു ഏർപ്പാടുണ്ടായിരുന്നില്ല. മരണത്തിന് നാളുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ മണിക്കൂറുകൾക്ക് മുമ്പാണ് വിട്ടിരിക്കുന്നവരൊന്നിങ്ങോട്ട് അടുത്തിരിക്കണം, ആ റൂമിന് പുറത്തുള്ളവരെ കൂടി വിളിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ള പറഞ്ഞത് അറിയുക, ലാനല്ലാഹുൽ യഹൂദ വന്നസ്വാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ്. പ്രവാചകന്മാരുടെ ഖബറിടങ്ങൾ മരണത്തിന്റെ മണിക്കൂറുകൾ മുമ്പാണ്. കെട്ടി ഉയർത്തുന്നത് നല്ലതാണെന്ന് പറഞ്ഞിട്ടില്ല. കറാഹത്താണെന്നെങ്കിലും പറയാത്ത ഒരു കർമ്മശാസ്ത്ര ഗ്രന്ഥവുമില്ല. ഷാഫി ഫിഖിലെ നാടുനീള ഓതപ്പെടുന്ന ഫിഖ് പള്ളി ദർസുകളിൽ ചൊല്ലിക്കൊടുക്കുന്ന ഫതുഹുൽ മുഈൻ പോലും വകുരിഹൽ ബിനാഉ ലഹു അലൈഹി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഖബറിന് അനുകൂലമായാലും പ്രതികൂലമായാലും ഖബർ കെട്ടി ഉയർത്തുന്നത് അനുചിതമാണെന്നാണ് ഷാഫി ഫിഖിലെ ഫതുഹുൽ മുഈൻ പോലും പറഞ്ഞിട്ടുള്ളത്. ഇബ്നു ഹജറുൽ ഹൈതമിയുടേതാണ് അസ്സബാജിർ അൻ ഇഖ്തിറാഫിൽ കബായിർ എന്ന പുസ്തകം. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് വയജിബുൽ മുബാദറതു ലിഹദ്മിഹാ വഹദ്മിൽ ഖിബാബി ലത്തി അലൈഹാ ലിഅന്നഹാ ഉസ്സിസത് അലാ മഅസിയത്തി റസൂലില്ലാഹ് എന്നാണ്. കെട്ടി ഉയർത്തപ്പെട്ട കബറുകളും അതിന്മേൽ വെക്കപ്പെട്ട കില്ലകളും പൊളിച്ചു നീക്കാൻ ധൃതി കാണിക്കണം. അത് ഭരണകൂടത്തിന് നിർബന്ധമാണ്. കാരണം അത് മുഹമ്മദ് നബിയെ ധിക്കരിച്ചുകൊണ്ട് അസ്ഥിവാരമിട്ടതാണ്. നബി നിരോധിച്ചതാണ് കബർ കെട്ടി പൊന്തിക്കുന്നതെന്നാണ് മഹാനായ ഷാഫി ഫിഖിലെ ആധികാരിക പണ്ഡിതൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇബ്നു ഹജറുൽ ഹൈതമിയുടേതാണ് ഞാൻ പറഞ്ഞ ഈ ഉദ്ധരണി. ഞാൻ പറയുന്നത് രാജ്യത്ത് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ, ഇസ്ലാമിക നിയമങ്ങളിൽ നിന്നുള്ള വ്യതിചലനങ്ങൾ, അത് പ്രാർത്ഥനയുടെ കാര്യത്തിലായാലും ഖബർ പോലുള്ള പ്രശ്നങ്ങളിലായാലും മൗലിദ് ഏടുകൾ തുടങ്ങിയ കാര്യങ്ങളിലായാലും എല്ലാം ഷിയാക്കളുടെ സൃഷ്ടിയാണ്. ഷിയാക്കളാണ് പ്രായം ചെന്നവരെ സാക്ഷി
നിർത്തി ഞാൻ പക്ഷിപ്പാട്ട്, കുപ്പിപ്പാട്ട്, കുറത്തിപ്പാട്ട്, ഈ പാട്ടുകൾ എവിടെ നിന്നാണ് വന്നത്? എത്ര കാലം നമ്മുടെ സഹോദരിമാർ, നമ്മുടെ മാതാക്കൾ ഈ പാട്ടുകൾ പാടി നടന്നു. അതുണ്ടാക്കിയത് ഷിയാക്കളാണ്. അതിലെ പ്രമേയം എന്താണെന്നോ? ഷിയാക്കൾക്ക് പ്രിയപ്പെട്ട ഒരാളുണ്ട്, അല്ലെങ്കിൽ 5 പേരുണ്ട്. അലിയാണ്, ഫാത്തിമയാണ്, ഹസനാണ്, ഹുസൈനാണ്, അള്ളാഹുവിന്റെ പ്രവാചകനാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. ഈ 5 പേർ നന്നായാൽ മതി, മറ്റൊരു പ്രശ്നവും അവർക്കില്ല. മറ്റുള്ളവരാരുമാവട്ടെ എല്ലാവരും ശപിക്കപ്പെട്ടവരാണ്. ഐഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് കപടന്മാർ പറഞ്ഞുണ്ടാക്കിയ അപവാദ കഥ ശുദ്ധമായ നുണയാണെന്ന് വിശ്വസിക്കുന്നതാണ് മുസ്ലിംകൾ എല്ലാവരും. പക്ഷേ ഷിയാക്കൾ പറയുന്നത് അത് ശരിയാണെന്നാണ്, ആയിഷ മോശമാണെന്നാണ്. ഏത് സഹാബിയെയും അവർ കുറ്റപ്പെടുത്തും. ശേഖനൂർ മൗലവി വളരെ കാലങ്ങളോളം പ്രസംഗങ്ങളിൽ തമാശയായി കളിയാക്കിയിരുന്ന അനസുട്ടി എന്ന് പറയുന്ന ആളുണ്ടല്ലോ, അനസ് റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറയെ ജൂതൻ എന്ന് വിശേഷിപ്പിച്ചിരുന്നല്ലോ. നാം വിചാരിച്ചു ഗവേഷണം നടത്തി കണ്ടെത്തിയ ഏതോ ഗ്രന്ഥശാലകൾ പരതി ഗവേഷണം നടത്തിയാണ് മൗലവി സാഹിബ് ഇത് പറഞ്ഞതെന്ന്. ഷിയാ ഗ്രന്ഥങ്ങളുമായി അല്പബന്ധമുള്ളവർക്കറിയാം യഥാർത്ഥത്തിൽ ഈ സഹാബിമാരെ കുറിച്ച് ഈ തെറിപ്പാട്ടുകൾ എഴുതി വെച്ചതും പ്രസംഗിച്ച് നടന്നതും ഈ മഹാന്മാരല്ല, ഈ സാധാരണ മനുഷ്യരെ വഞ്ചിച്ച ഈ ഷിയാക്കളായിരുന്നുവെന്ന്. ഷിയാ ഗ്രന്ഥങ്ങളിലാണ് നമ്മളത് കാണുന്നത്. ഈ സഹാബിമാരെ കുറിച്ചുള്ള പൂരത്തെറികളാണ് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവരാണ് പക്ഷിപ്പാട്ടും പുറത്തിപ്പാട്ടും ഒക്കെ പ്രചരിപ്പിച്ചത്. എന്തായിരുന്നു അറബി മലയാളത്തിലെ പക്ഷിപ്പാട്ടിന്റെ രഹസ്യം? മറ്റൊന്നുമല്ല, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നബിയുടെ അടുത്ത് ഒരു പരാതിയുമായി അക്ബർ സദക്ക എന്ന പക്ഷി വരികയാണ്. അക്ബർ സദക്ക എന്ന പക്ഷിയുടെ ഇണപ്പക്ഷി വരികയാണ്. എന്താണ് പ്രശ്നം? ഇണപ്പക്ഷി ഒരിക്കൽ 2 മുട്ടയിട്ടു. സാധാരണ 1 മുട്ടയിടുന്ന പക്ഷി 2 മുട്ടയിട്ടു. അവിഹിത ബന്ധത്തിലാണ് 2 മുട്ടയിട്ടതെന്ന് അക്ബർ സദക്ക സംശയിച്ചു. ഇണപ്പക്ഷിയെ കൂട്ടിൽ നിന്ന് കൊത്തിപ്പുറത്താക്കി. അത് കഴിഞ്ഞ് അക്ബർ സദക്കയുമായി പിണങ്ങി നിൽക്കുന്ന ഇണപ്പക്ഷി നബിയുടെ അടുത്ത് വന്ന് സങ്കടം പറയുകയാണ്, നബിയെ, എന്നെ അക്ബർ സദക്ക ആട്ടിപ്പായിച്ചു വീട്ടിൽ നിന്ന്, അവനോട് സംസാരിക്കണമെന്ന് നബിയോട് ആവശ്യപ്പെട്ടു. സഹാബിമാരെ വിളിച്ചു. നബി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പോവണമെന്ന് നിർദ്ദേശിക്കുമ്പോൾ നബിയുടെ മനസ്സിലൊരു തോന്നൽ, അലി ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അങ്ങനെയാണ് പിറ്റേന്ന് പ്രഭാതവേളയിൽ പള്ളിയിൽ അലി പ്രത്യക്ഷപ്പെടുന്നത്. അലി ദൂരെ എവിടെയോ ആണ്. അലി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചപ്പോഴേക്ക് അലി വരുന്നു. അലിയോട് പറഞ്ഞു പോവാൻ. അലി ചെന്ന് സംസാരിക്കുകയാണ് അക്ബർ സദക്കയോട്. അക്ബർ സദക്കയോട് സംസാരിച്ചപ്പോൾ അക്ബർ സദക്കയുടെ പ്രതികരണമാണ് രസം. അദ്ദേഹം ആ പക്ഷി പറഞ്ഞത്രേ, അബൂ ഉബൈദയുടെ മകളെ എത്ര മാസമായി, എത്ര വർഷമായി ജിന്ന് രാജൻ ഇഫ്രീത്ത് തട്ടിക്കൊണ്ടുപോയിട്ട് അത് മോചിപ്പിക്കാൻ ഈ നബിയാണെന്ന് പറയുന്നയാൾക്ക് സാധിച്ചോ? അത് കഴിഞ്ഞ് പരിഹരിച്ചിട്ട് വരൂ, എന്റെ പ്രശ്നം, എന്റെ കുടുംബ പ്രശ്നം പരിഹരിക്കാൻ എന്ന് പറഞ്ഞു പക്ഷി തിരിച്ചയച്ചു. ഇത് കേട്ടപ്പോൾ അലിക്ക് രോഷമായി. അങ്ങനെ വാളെടുത്ത് അക്ബർ സദക്കയെ എന്റെ വാക്ക് കേട്ട് ഇഫ്രീത്ത് രാജനിൽ നിന്ന് അബൂ ഉബൈദിന്റെ മകളെ മോചിപ്പിക്കാൻ പോകുന്ന അലിയുടെ കഥയാണ് പക്ഷിപ്പാട്ട്. കുറത്തിപ്പാട്ടോ, ജിബ്രീൽ അലൈഹിസ്സലാം കുറത്തിയുടെ വേഷം പൂണ്ട് വരികയാണ്. എന്നിട്ട് ഫാത്തിമയുടെ കൈ നോക്കുകയാണ് ജിബ്രീൽ. ആ കുറത്തി കൈ നോക്കി ഫാത്തിമയോട് പറയുന്നു, ഫാത്തിമ ബി, 10 പെറ്റാൽ 1 പെറ്റാമേനി. കുറത്തി ഞാനോ 1 പെറ്റാൽ 10 പെറ്റാമേനി. ഫാത്തിമ ബി 10 പെറ്റാൽ 1 പെറ്റമേനി. കുറത്തി ഞാനോ 1 പെറ്റാൽ 10 പെറ്റാമേനി തുടങ്ങി നമ്മുടെ നാട്ടിൽ പലരും പാടി നടന്നിരുന്ന കുറത്തിപ്പാട്ട് ജിബ്രീൽ കുറത്തിയായി വന്നതാണ്. അതുപോലെ തന്നെയാണ് കുപ്പിപ്പാട്ട്. എന്നാണ് കുപ്പിപ്പാട്ട്? നമുക്ക് നിർത്താം. മുഹമ്മദ് റസൂലുള്ളാഹ് സദസ്സിലിരിക്കുമ്പോൾ തന്റെ മുമ്പിൽ ബിലാൽ എന്ന സഹാബിയെ കാണുന്നു. ബിലാലിനോട് പറഞ്ഞു, ബിലാലെ ഒന്ന് വിവാഹം ചെയ്യണം.
ബിലാല് പറഞ്ഞു, നബിയെ നല്ല സ്ത്രീകളെ കിട്ടാനില്ല, സ്ത്രീകളെല്ലാം കള്ളത്തികളാണ്, മോശക്കാരാണ്, ഞാൻ കല്യാണം കഴിക്കുന്നില്ല. നബി നിർബന്ധിച്ചു, കല്യാണം കഴിപ്പിച്ചു. അവസാനം കല്യാണം കഴിച്ചു. പിന്നെ ബിലാലിനെ കാണുമ്പോൾ ബിലാലിന്റെ മുഖം വാടിയതായാണ് നബി കാണുന്നത്. നബി ചോദിച്ചു, എന്താണ് ബിലാൽ? ഞാൻ അന്ന് തന്നെ പറഞ്ഞില്ല റസൂലേ, കല്യാണം വേണ്ടെന്ന്, സ്ത്രീകൾ മോശമാണെന്ന്. ഞാൻ പള്ളിയിലേക്ക് വരുമ്പോൾ, ബാങ്ക് വിളിക്കാൻ വരുമ്പോൾ വീട്ടിൽ ഒരു കള്ളപ്പുരുഷൻ വരുന്നുവെന്നാണ് പാട്ടിലെ വരി. ഇതാണോ പ്രശ്നം? നബി ചോദിച്ചു. കാത്തിരുന്നതുപോലെ ഒരു കുപ്പിയെടുത്ത് കയ്യിൽ കൊടുത്തു. ആ കുപ്പിയുമായി ബിലാല് പോയി ബെഡ്റൂമിൽ വെച്ചു. പിറ്റേന്ന് ഒരു ബഹളം ബിലാലിന്റെ വീട്ടിൽ നിന്ന്. എന്താണ് പ്രശ്നം? കള്ളപ്പുരുഷൻ വന്നു, കുപ്പി തൊട്ടു, അയാളുടെ കയ്യിലൊട്ടി. ഭാര്യ വേർപ്പെടുത്താൻ നോക്കി, അവളുമൊട്ടി. ദാസി വന്നു, അവളുമൊട്ടി. വന്നവർ കുപ്പിയിൽ തൊട്ടവർ കുപ്പിയുമായി ഒട്ടി. ഒരു കൂട്ടം മനുഷ്യന്മാർ ഒരു കുപ്പിയിൽ ഒട്ടി നിൽക്കുന്ന ദയനീയമായ ചിത്രം. നബിയുടെ അടുത്ത് കേസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യോഗം വിളിച്ചു, അടിയന്തര യോഗം ചേർന്നു. ആ കൂട്ടത്തിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഉണ്ട്. ആരാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ എന്തിന് ഞാൻ പേരെടുത്തു പറഞ്ഞുവെന്ന് ഷിയാക്കൾ വികൃതമാക്കിയ ചരിത്രമല്ല, സാക്ഷാൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ ചരിത്രം, സത്യസന്ധമായ ചരിത്രം വായിച്ചവർക്കറിയാം മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ പേരെന്തിനാണ് പറഞ്ഞതെന്ന്. അദ്ദേഹം ചോദിക്കുകയാണ്, ആർക്കാണ് ധൈര്യം? നിങ്ങളുടെ കൂട്ടത്തിൽ വ്യഭിചരിക്കാത്തവരുണ്ടോ എന്ന് ചോദിച്ചു. ആരും എഴുന്നേൽക്കുന്നില്ല, ഉസ്മാൻ അടക്കം. അവസാനം ഒരാൾ എഴുന്നേറ്റു. ആരാണത്? ഫാത്തിമ ബിൻതു റസൂലില്ല. ഫാത്തിമ ബീബി എഴുന്നേറ്റമെന്ന് നബി ചോദിച്ചു. ഫാത്തിമ ധൈര്യമാണോ? ധൈര്യമാണ്. അവള് പോയി, ആ കുപ്പിയിൽ തൊട്ടു, കുപ്പി പോയി. ആകപ്പാടെ പ്രശ്നം ഫാത്തിമയെ നന്നാക്കാനാണ്. സഹാബിമാർ മുഴുവനും, സഹാബാ സ്ത്രീകൾ മുഴുവനും വ്യഭിചാരികളും വ്യഭിചാരിണികളുമാണെന്ന് പറഞ്ഞാലും ഫാത്തിമ ബീവി വിശുദ്ധയാണെന്ന് സ്ഥാപിക്കലാണ് ഷിയാക്കളുടെ ലക്ഷ്യം. അലിയും ഹസനും ഹുസൈനും നബിയും ഫാത്തിമയും നന്നായാൽ മതി, ബാക്കിയുള്ളവരെന്തായാലും ഷിയാക്കൾക്ക് കുഴപ്പമില്ല. ഈ ഷിയാക്കളാണ് നാം ഇന്ന് കാണുന്ന മുഴുവൻ യാഥാസ്ഥികത്വം പ്രചരിപ്പിച്ചത്. അവരാണ് അതിന്റെ മുഴുവൻ വക്താക്കൾ, അവരാണ്. സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ നമ്മുടെ സ്നേഹിതന്മാർ തലയിൽ കയറ്റി നടക്കുന്ന എല്ലാ ഖുറാഫാത്തിന്റെയും അസ്ഥിവാരം ഷിയാക്കളിൽ ചെന്നു ചേരുന്നു. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ കാര്യങ്ങൾക്കെതിരിൽ ഇസ്ലാഹി പ്രസ്ഥാനം രംഗത്തിറങ്ങിയത്. ഫലമുണ്ടായി, നമ്മളത് അനുഭവിക്കുകയാണ്. നമ്മുടെ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു റഹ്മത്ത്, കാരുണ്യം നമുക്ക് ഏതാണ് ഈ അവസരത്തിലെങ്കിൽ അത് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ നിർത്തുകയാണ്. മുനീർ പ്രസംഗിക്കാനുണ്ട്. ചുരുക്കത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം വളരെയധികം ലക്ഷ്യബോധത്തോടുകൂടെ പ്രവർത്തിക്കുകയും കേരളീയ സമൂഹത്തിൽ അവരുടെ ഉന്നമനത്തിന് വേണ്ടി രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിൽ, വിദ്യാഭ്യാസ രംഗങ്ങളിൽ, മതപ്രബോധന രംഗത്ത് കൃത്യമായ അജണ്ടയോടെ പ്രവർത്തിച്ചതിന്റെ ഫലം ഇന്ന് നമ്മൾ അനുഭവിക്കുന്നു. വരും തലമുറക്ക് ഇത് കൈമാറുവാൻ, ഈ രീതിയിൽ തന്നെ ഈ പ്രസ്ഥാനത്തെ നിലനിർത്തുവാൻ ജീവിച്ചിരിക്കുന്ന നമുക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹുവേ അനുഗ്രഹിക്കണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.